ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ മലയാളീസിൻ്റെ ഫേവറേറ്റ് ഒരു ഷവർമയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നത്. ചിക്കൻ ഷവർമ. ഇതിൻ്റെ പ്രത്യേകത ഞാൻ തന്നെ വീട്ടിൽ കുബൂസും മയോണീസും ഒക്കെ ഞാൻ തന്നെ തയ്യാറാക്കി എടുക്കുന്ന കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നതല്ല. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ ചിക്കൻ ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ ചെറു ചൂടുള്ള പാല്, ഒരു 1/4 ഗ്ലാസ് പാല്, അതിലൊരു സ്പൂൺ പഞ്ചസാര ഇടണം. 1 സ്പൂൺ പഞ്ചസാര, അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട്, 1 സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ടിട്ട് ഇത് പൊങ്ങാൻ വെക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം വെക്കാൻ. ഇതൊരു 10-15 മിനിറ്റ് പൊങ്ങാൻ വെക്കണം. പൊങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കുബൂസിൻ്റെ ആട്ട കുഴക്കാം. ഞാനിവിടെ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഷവർമ്മക്കുള്ള കുബൂസ് നമുക്കുണ്ടാക്കാം. കുബൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ 2 കപ്പ് ഇതുപോലുള്ള 2 കപ്പ് മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെക്കൊണ്ട് ഒരു 7-8 കുബൂസ് ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഈസ്റ്റ് പൊങ്ങാൻ വെച്ച ഈസ്റ്റ്. അതിന് മുമ്പേ ഇതൊന്ന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ ഓയിലും കൂടി ചേർക്കണം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് ഉപ്പെല്ലാ സ്ഥലത്തും നന്നായി യോജിച്ച് കിട്ടാൻ വേണ്ടി അതിന് ശേഷം ഈസ്റ്റ് അതിലേക്ക് ഒഴിക്കണം. ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് ആട്ട കുഴച്ചെടുക്കുന്നത് പോലെ അത് അത്ര കട്ടി വേണ്ട, കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിൽ ചെറിയ ചൂട് പാല്, അല്ലെങ്കിൽ നിങ്ങൾ ചൂട് പാലില്ലെങ്കിൽ വെള്ളമായി ചെറിയ ചൂടുവെള്ളം മതി. നല്ല ചൂടുവെള്ളം വേണ്ട, നല്ല തണുത്തതും ആവാൻ പാടില്ല, ചെറിയ ചൂട്. ഞാനിവിടെ ചെറിയ ചൂട് പാലാണ് ഒഴിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടുള്ള പാലാണിത്. ആവശ്യത്തിൻ്റെ പാലൊഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കുബൂസിന് വേണ്ടിയുള്ള മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവണം. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി വേറൊരു പാത്രത്തിലും കുറച്ച് ഓയിൽ തടവി. ഇത് ഡ്രൈ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓയിൽ തടവി അതിലേക്ക് മാവെടുത്ത് വെച്ച് അതിന് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും മാവ്. ഇത് മൂടി ഇതിൻ്റെ മേലെ വെയിറ്റുള്ള ഒരു പാത്രം വെച്ച് നന്നായി മൂടി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ വെച്ചാൽ അത്രയും നന്ന്. ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് മയോണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഷവർമ്മക്ക് വേണ്ടിയുള്ള മയോണീസ് തയ്യാറാക്കാൻ 2 എഗ്ഗ് വൈറ്റ് 2 എഗ്ഗ് വൈറ്റ് ഇതിലൊഴിച്ച് ആവശ്യമായ ഉപ്പിട്ട് അതിലേക്ക് വിനേഗർ, 1 മൂടി വിനേഗർ, ഇതിലേക്ക് 1 മൂടി വിനേഗർ ഒഴിക്കണം. അത് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്, അതിലേക്ക് കാശ്മീരി മിർച്ച് പൗഡർ കുറച്ച്, എരിവിന് ആവശ്യമുള്ള കുറച്ച് മതി, വളരെ കുറച്ച് മതി. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ലെങ്കിൽ 2-3 അല്ലി ഇട്ടാൽ മതി. അതിൻ്റെ ഫ്ലേവർ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടാക്കുന്ന മയോണീസിന് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. കൂടുതൽ ഇടണ്ട, 2-3 ഇട്ടാൽ മതി. ഞാനിവിടെ 5-6 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അതും കുറച്ചിടാം. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച്
അര സ്പൂൺ എടുത്ത് ഇതിട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇവിടെ ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് വീണ്ടും നന്നായി അടിച്ചെടുക്കണം. ഇവിടെ ഞാൻ എത്ര ആവശ്യമുള്ള ഓയിൽ ഇപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് എത്ര ആവശ്യമുണ്ടെന്ന് പറഞ്ഞെടുക്കണം. ഒരു അരക്കപ്പ് ഓയിൽ എന്തായാലും വേണ്ടി വരും. ഇത് എത്ര തിക്കാവുന്ന അങ്ങനെ ഓയിലിട്ട് അടിക്കേണ്ടതാണ്. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഓയിലിട്ട് അടിച്ചിട്ട് നോക്കാം. ഓയിലിട്ട് അടിച്ചപ്പോൾ ഇത്ര ആയി കിട്ടിയിട്ടുണ്ട്. ഇത് പോരാ, ഇനിയും തിക്കാവണം. അതുകൊണ്ട് നമുക്ക് ഈ മുഴുവൻ ഓയിലും ഒന്നുകൂടി ഒഴിച്ചടിക്കാം. ഇതാ ഞാനിവിടെ നന്നായി ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയാണ് വേണ്ടത്. ഇത് ഞാൻ ഈ മയോണീസ് സാധാരണ കടയിൽ വാങ്ങിക്കുന്ന മയോണീസ് ഉണ്ടാക്കി ഷവർമ ഉണ്ടാക്കാം. പക്ഷെ അത് പ്ലെയിൻ അത്ര ഈ ഷവർമേൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ മയോണീസാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പ്ലെയിൻ മയോണീസ് ഇട്ടാൽ ഷവർമ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇത് ഇങ്ങനെ മയോണീസ് ഉണ്ടാക്കിയിട്ട് ഷവർമ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഷവർമയുടെ ഫില്ലിങ്ങിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ്, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തത്. ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തത്. തീരെ എല്ലില്ലാത്ത ചിക്കൻ തന്നെ വേണം. അത് ഞാൻ നന്നായി കഴുകി ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം ചെറിയ പീസായിരിക്കണം. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിടണം. പാകത്തിന് ഉപ്പ്, 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ കാശ്മീരി മിർച്ച് പൗഡർ, 2 സ്പൂൺ തൈര്. ഇത് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി വരാനാണ്. കുറച്ച് കുരുമുളക് പൊടി, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ്, കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വേണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ സമയത്തിനിടയിൽ നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതൊന്ന് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ കുബൂസിനുള്ള മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. നമുക്കിത് നോക്കാം. ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് വീണ്ടും നന്നായിട്ട് കുഴച്ച് എടുക്കണം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ചപ്പാത്തി പരത്തും പോലെ അങ്ങനെ പരത്തിയാൽ മതി. ചപ്പാത്തി പോലെ തീരെ നൈസായിട്ട് പരത്തണ്ട, കുറച്ച് തിക്ക് വേണം, അധികം വേണ്ട, സാധാരണ. ഇതാ കണ്ടില്ലേ, ഇത്രയും തിക്ക് ഇങ്ങനെ മതി. നമുക്ക് ഇനി ഇതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ കല്ലിലേക്ക് ഇതൊന്നിട്ട് ഇതിൻ്റെ മേലെ ചെറിയ കുമിളായിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിടണം. ഗ്യാസ് സിമ്മിലാണ് വെക്കേണ്ടത്. ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒന്ന് കുമിളിച്ച് വരും. അപ്പോൾ മറ്റേ സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് പൊങ്ങി വരും. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം തിരിച്ചും മറിച്ചും ഇട്ടിട്ട്
ഏകദേശം ആയി ഇതായെന്ന് തോന്നുന്നു. ശരി, ഇത് നമുക്ക് മാറ്റിയെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ബോൺലെസ് ആയതുകൊണ്ട് ചെറിയ പീസസായി മുറിച്ചതല്ലേ, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, അധികം ക്രിസ്പി ഒന്നും ആവണ്ട. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുക്കുംബർ, കുറച്ച് മല്ലിയില, ഒരു ഉള്ളി, ഒരു തക്കാളി അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചത്, ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. ഇതൊക്കെ മിക്സ് ചെയ്യണം നന്നായി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂണ് ചെറുനാരങ്ങ നീര്, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണീസിന് ഒരു 3 സ്പൂണ് മയോണീസ്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. അത് മുഴുവൻ ഇടണ്ട, കുറച്ച് ചിക്കൻ അതിലിട്ടിട്ട് ബാക്കി ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി. ചിക്കൻ വലിയ പീസാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഷവർമ്മക്ക് വേണ്ട എല്ലാ ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുബൂസ് എടുത്തിട്ട് അതിൽ മയോണീസ് നന്നായി തേച്ച് കൊടുക്കണം. ഈ മയോണീസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ എടുക്കണം കേട്ടോ. വേറെ കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത്. നന്നായി മയോണി തേച്ച് അതിൽ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത ചിക്കനും വെജിറ്റബിൾസും വെക്കും. എത്ര ഫില്ലിങ് ആവശ്യത്തിനനുസരിച്ചിട്ട് വെക്കുക. അതിൻ്റെ മേലെ ചിക്കൻ പീസസ് വെക്കുക. ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതാ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ഷവർമ്മ ഇവിടെ റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇതിൽ നമ്മൾ ഹെൽത്തിന് ദോഷകരമായ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, മൈദ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് വേണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കണം.